വെൽ ഡൺ മൈ ഡിയർ ബോയ്സ്. കേരള സ്കൂൾ കായികമേള സീനിയർ ആൺകുട്ടികളുടെ 5 കിലോമീറ്റർ നടത്തത്തിൽ മലപ്പുറം സ്വർണം നേടി. ഐഡിയൽ കടകശ്ശേരിയുടെ സുൽത്താനാണ് മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയത്. സീനിയർ പെൺകുട്ടികളുടെ 3 കിലോമീറ്റർ നടത്തത്തിൽ കണ്ണൂരിന്റെ നിരഞ്ജനയ്ക്കാണ് സ്വർണം. വിചാരിച്ച പെർഫോമൻസ് എത്തിയില്ല. പക്ഷേ റെക്കോർഡ് ടാർഗറ്റ് ചെയ്താണ് ഇന്ന് നടക്കാൻ വന്നത്. പിന്നെ റെക്കോർഡ് വന്ന് കുഴപ്പമില്ല. പക്ഷേ വാമാവാത്ത പ്രശ്നമുണ്ട്. നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. അപ്പോൾ തീരെ വാമ്പ് ചെയ്തില്ല. നേരെ സ്ട്രെച്ച് ചെയ്ത് കയറിക്കായിരുന്നു. കുഴപ്പമില്ല, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റി. സുൽത്താന ബെസ്റ്റ് ടൈമാണോ? അല്ല, എൻ്റെ ബെസ്റ്റ് ടൈമല്ല. ഞാൻ 21:17 ചെയ്ത ആളാണ് സ്കൂൾ നാഷണൽസ് കഴിഞ്ഞ വർഷം. സിൽവർ വന്നിരുന്നു. ഈ പ്രാവശ്യം ആ ടൈം എത്തിയില്ല. കുഴപ്പമില്ല, നല്ല മത്സരം, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ ഈ കായികമേളയിൽ? അല്ലല്ല, 2 വർഷം ഉണ്ടായിരുന്നു കോമ്പറ്റീഷനൊക്കെ. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ബെസ്റ്റ് ടൈമാണോ? 24 ഈ വാമപ്പൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു? മഴയാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായോ? ഉണ്ടായിരുന്നു. അത്യാവശ്യം ചെയ്തു. എല്ലാവരും അതുപോലെ ആയിരുന്നില്ല. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ കായികമേള വേദിയിൽ നിന്ന് റാഫി കരീം തത്സമയം ചേരുന്നു. റാഫി, നമ്മുടെ കുട്ടികൾ കലക്കിയല്ലോ, കസറിയല്ലോ, പറയൂ. തീർച്ചയായും ഇതുവരെ 4 മീറ്റ് റെക്കോർഡുകളാണ് ഈ കായികമേളയിൽ 4-ാം ദിവസം, അതായത് 4 ദിവസത്തിലേക്ക് എത്തുമ്പോൾ പിറന്നിരിക്കുന്നത്. ഇന്ന് പുതിയൊരു മീറ്റ് റെക്കോർഡോട് കൂടിയാണ് മേള ആരംഭിച്ചത്. അത്ലറ്റിക്സിൽ 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ നടത്തത്തിലാണ് പുതിയ മീറ്റ് റെക്കോർഡ് പിറന്നിരിക്കുന്നത്. 9 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ ഇന്ന് മറികടന്നത്. മലപ്പുറം ഐഡിയൽ കടകശ്ശേരി സ്കൂളിൻ്റെ സുൽത്താൻ 21 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ടാണ് ഇന്ന് 5000 മീറ്റർ നടന്നെത്തിയത്. ഒപ്പം തന്നെ രണ്ടാമത് നടന്ന ഫൈനൽ മത്സരത്തിൽ സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്തമായിരുന്നു. അതിൽ കണ്ണൂരിൻ്റെ നിരഞ്ജനയാണ് സ്വർണം സ്വന്തമാക്കിയത്. കനത്ത പോരാട്ടമാണ് കുട്ടികൾ തമ്മിൽ നടക്കുന്നത്. പുതിയ മീറ്റ് റെക്കോർഡുകൾ പിറക്കുന്നു. ഒപ്പം തന്നെ എല്ലാ കുട്ടികളും മത്സരിച്ച് അവരുടെ ആ സ്വർണ്ണ നേട്ടത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. എന്തായാലും നിലവിൽ പോയിന്റ് പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരത്തിൽ ഇപ്പോഴുമുള്ളത് തിരുവനന്തപുരമാണ്. ഇരട്ടിയോളം പോയിന്റിൻ്റെ മുന്നേറ്റമാണ് തിരുവനന്തപുരവും തൊട്ട് പിന്നിലുള്ള തൃശ്ശൂരും തമ്മിൽ നടക്കുന്നത്. 1230 പോയിന്റാണ് തിരുവനന്തപുരത്തിനുള്ളത്. തൃശ്ശൂരിന് 622 പോയിന്റ് മാത്രമാണുള്ളത്. ഒപ്പം തന്നെ അത്ലറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ കുതിപ്പാണ് കാണുന്നത്. മുണ്ടൂരിൻ്റെയും പറളിയുടെയും എല്ലാം പിന്തുണയോടുകൂടി പാലക്കാട് കുതിക്കുകയാണ്. തൊട്ട് പിന്നിലായി 2-ാം സ്ഥാനത്തായി മലപ്പുറമുണ്ട്. ഐഡിയൽ സ്കൂളിൻ്റെയും ഒപ്പം തന്നെ നവമുകുന്ദ സ്കൂളിൻ്റെയും എല്ലാം പിന്തുണയോടെയാണ് മലപ്പുറം മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ നടന്ന ഇവന്റുകളിൽ മലപ്പുറത്തിനാണ് അല്പം മുൻതൂക്കമുള്ളത്. വൈകിട്ടാണ് സ്പ്രിന്റ് ഇനങ്ങൾ നടക്കാനുള്ളത്. ഹഡിൽസ് അടക്കമുള്ള 200 മീറ്റർ അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങൾ വൈകിട്ട് നടക്കാനുണ്ട്. ആ മത്സരഫലങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഒപ്പം തന്നെ റിലേ മത്സരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കാനുണ്ട്. ഇന്ന് വൈകിട്ടും റാഫി കരീമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ആവേശകരമായ 200 മീറ്റർ ഫൈനലുകൾ അടക്കം ഇന്ന് നടക്കും. അതേസമയം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. അനിൽ വാസുദേവ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നു. അനിൽ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പറഞ്ഞതുപോലെ തന്നെ ആവേശ പോരാട്ടങ്ങൾക്ക് അത്ലറ്റിക്സിന്റെ 3-ാം ദിനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യ ഇവന്റിൽ തന്നെ ഒരു മീറ്റ് റെക്കോർഡ് വന്നതിനെ കുറിച്ചാണ് റാഫി കരീം പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് തീപ്പാറും പോരാട്ടങ്ങൾക്ക് ഒരു പിടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 200 മീറ്റർ മത്സരങ്ങൾ തന്നെയാണ്. വൈകിട്ട് 5:10 മുതലാണ് ഈ 6 200 മീറ്റർ പോരാട്ടങ്ങൾ. സബ് ജൂനിയർ വിഭാഗത്തിലെ, ജൂനിയർ വിഭാഗത്തിലെ, സീനിയർ വിഭാഗത്തിലെ 2 വീതം മത്സരങ്ങൾ നടക്കും. അതായത് ആരൊക്കെ ട്രിപ്പിൾ അടിക്കും എന്നുള്ളത് കാണാനുള്ളൊരു കാത്തിരിപ്പിലാണ്. ആദിത്യ അജി ഇതിനോടകം തന്നെ ഒരു ഡബിൾ അടിച്ച് മീറ്റിലെ ആദ്യത്തെ ഡബിളുകാരിയായി മാറിയിട്ടുണ്ട്. വേഗറാണിയായതിനൊപ്പം തന്നെ ഇന്നലെ ഹഡിൽസിനും അടിച്ചിരുന്നു. ഇന്ന് 200 മീറ്ററിലും കൂടി നവമുകുന്ദ സ്കൂളിന്റെ ആദിത്യ അജി മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിത്യ അജിക്ക് ഇന്ന് ട്രിപ്പിൾ അടിക്കാൻ സാധിക്കുമോ, ഈ മീറ്റിൽ ആദ്യത്തെ ട്രിപ്പിൾ മെഡൽ നേട്ടത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഈ 200 മീറ്റർ പിറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജമ്പ് ഇനങ്ങളും ത്രോ ഇനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അതായത് ത്രോ ഇനങ്ങളിൽ ഡിസ്കസ് ത്രോയും ഷോർട്ട് പുട്ട് അടക്കം ഫൈനൽസ് ഉണ്ട്. ഒപ്പം തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് മത്സരങ്ങളുമുണ്ട്. എന്തായാലും ഇന്നത്തെ ആവേശ പോരാട്ടത്തിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. പോയിന്റ് പട്ടികയിലേക്ക് വരികയാണെങ്കിൽ റാഫി സൂചിപ്പിച്ചതാണ്. എന്നിരുന്നാൽ പോലും ഒറ്റ വാക്കിൽ പറയാം, പാലക്കാട് 13 സ്വർണ്ണമടക്കം 116 പോയിന്റുമായാണ് അത്ലറ്റിക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മലപ്പുറം ഇന്നത്തെ രാവിലത്തെ കുതിപ്പോടുകൂടി ഒന്നുകൂടി അടുത്തേക്ക് വരുന്നുണ്ട്. 8 സ്വർണ്ണമടക്കം 81 പോയിന്റുള്ള മലപ്പുറം നിലവിലെ ചാമ്പ്യന്മാർ 2-ാം സ്ഥാനത്ത്
സ്ഥാനത്താണ്. കോഴിക്കോടാണ് 41 പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ വെല്ലാൻ ആളില്ല എന്നുള്ളതാണ്. 147 സ്വർണ്ണമടക്കം 1297 പോയിന്റാണ്. അതായത് 3 പോയിന്റ് കൂടി മാത്രം മതി തിരുവനന്തപുരത്തിന് 1300ലേക്ക് എത്താൻ എന്നുള്ളതാണ്. തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂരിന് വെറും 601 പോയിന്റ് മാത്രമാണത്. അതായത് പകുതി മാത്രമാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ അതായത് തിരുവനന്തപുരം കഴിഞ്ഞ തവണത്തെ പോലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്നും മത്സരങ്ങൾ, ഗെയിംസ്, അക്വാട്ടിക്സ് മത്സരങ്ങൾ പുരോഗമിക്കും എന്നുള്ളതാണ്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.